ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ബബ്ബ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആദ്യ പ്രതികരണം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻസൈഡ് റിപ്പോർട്ടും അതേപോലെ തന്നെ പ്രിവ്യൂവിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുമ്പോൾ സിനിമ നമ്മൾ ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഉള്ള ഒരു ചിത്രമല്ല. അതായത് നോ ലോജിക് മൂവി എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു മാസ് മസാല എലിമെൻറ്റോട് കൂടിയ ചിത്രമാണ്. ആദ്യ പകുതിയിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാസ് എൻ്റർടൈനർ തന്നെയാണ് പലപ്പോഴും നമ്മൾ പല സിനിമയിലും കണ്ടിരുന്ന റഫറൻസുകൾ ഇതിനകത്തിലേക്ക് വരുന്നു. ഒപ്പം മറ്റൊരു ഗംഭീര സംഭവം കൂടിയുണ്ട്. തമിഴിലെ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മളേവരും പ്രതീക്ഷിക്കാത്ത അമ്മാതിരി ഒരു നടൻ ഇതിനകത്തിൽ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യ റിപ്പോർട്ടുകളിൽ തന്നെ വരുന്നത്. എന്തായാലും ആദ്യ പകുതി ഒരു അടിച്ച് പൊളി, അതായത് ചിന്തിക്കാൻ സമയമില്ല, ലോജിക്കില്ല, അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു അലക്കലക്കുന്ന ടൈപ്പ് സിനിമ എന്ന് തന്നെ പറയാം. എല്ലാ സംഭവങ്ങളും ഇതിനകത്തിലുണ്ട് എന്നുള്ളത് ആ രീതിയിൽ തന്നെയുള്ള ചിത്രമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ നല്ല ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം ദിലീപിൻ്റെ മാസ് എൻ്റർടൈനറും ഒപ്പം ഏകദേശം 20-25 മിനിറ്റാണ് മോഹൻലാൽ ഈ സിനിമയിൽ തിളങ്ങുന്നത്. ആ ഒരു സമയമാണ് സിനിമയുടെ പീക്ക് എന്ന് തന്നെ അറിയാം. ഇത് നമ്മൾ ഒരു റിവ്യൂവിൻ്റെ തന്നെ ആവശ്യമില്ല. മോഹൻലാലിനെ ആ ഓരോ സീനിൽ കാണിച്ചപ്പോഴും നമ്മൾ ട്രെയിലറിലുമൊക്കെ കാണിച്ചപ്പോൾ അതിൻ്റെ ലിവറേജ് നമുക്ക് മനസ്സിലായി. അതിൻ്റെ മുകളിൽ ഉള്ള ലിവറേജ് ഉള്ള സംഭവങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് വീണ്ടും എടുത്തു പറയാം, ഒരു ലോജിക്കുമില്ലാത്ത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാണ്ടിപ്പടം കാണുന്ന ലെവലിലുള്ള, അല്ലെങ്കിൽ പാണ്ടിപ്പടമല്ല തെലുങ്ക് പടമൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. എന്നിരുന്നാലും നമ്മളെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവങ്ങൾ തന്നെ ഇതിനകത്തുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എടുത്തു പറയാനുള്ള ഒരു കാര്യം മോഹൻലാലും ഒപ്പം ദിലീപും ചേർന്നുള്ള ഒരു കോംബോ തന്നെയാണ്. ദിലീപ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ചിരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമ ഓവറോൾ ഒരു അടിച്ച് പൊളി ചിത്രമാണ്. ലോജിക്ക് നോക്കുന്നവരാണെങ്കിൽ കഴിയുന്നതും തിയേറ്ററിൻ്റെ പുറത്തെങ്ങാനും പോയിരിക്കുക. ലോജിക്ക് നോക്കാതെ പോകുന്നവരാണെങ്കിൽ തിയേറ്ററിൽ കയറി സിനിമ കാണാം. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. എന്തായാലും പ്രേക്ഷകൻ എങ്ങനെ എടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ സിനിമ മികച്ചത്, അടിപൊളി, ഒരു പക്ഷേ 100 കോടിക്ക് മുകളിൽ തൂക്കാൻ ചാൻസ് ഉള്ള സിനിമ എന്നുള്ളത് തന്നെയാണ്. കത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ ദിലീപ് അങ്ങനെ എല്ലാവരുടെയും സിനിമകളിൽ ഒരു മാസ് മസാല സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതേ സാധനം എല്ലാം ചേർത്തുകൊണ്ട് തന്നെയുണ്ട്. ചില AI ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ അതിനകത്തിൽ കടന്നു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തത ആരും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം. സിനിമ നമുക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. അടിച്ചു പൊളിക്കട്ടെ, അതിഗംഭീരമാകട്ടെ. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. വമ്പൻ കളക്ഷൻ നേരത്തെ ആദ്യ ദിനം തന്നെ 25 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേ മീഡിയാസ്.